സ്വിറ്റ്സർലൻഡിനും ഓസ്ട്രിയയ്ക്കും ഇടയിൽ കിടക്കുന്ന ചെറിയൊരു കൺട്രിയാണ് ലിക്റ്റൻസ്റ്റീൻ. ലിക്റ്റൻസ്റ്റീൻ എന്നും അതിനെ പറയുന്നത് കേൾക്കുന്നുണ്ട്. അതിൻ്റെ ഏരിയ വെറും 160 കിലോമീറ്റർ സ്ക്വയറും പോപ്പുലേഷൻ വെറും 40,000 താഴെയുമാണ്. ക്യാപിറ്റൽ സിറ്റി വാദൂസ് ആണ്. ഇപ്പോൾ വാദൂസ് ഒന്ന് ചുറ്റിയടിച്ച് നോക്കാം. ഒരു ടോയ് ട്രെയിനിൽ വാദൂസ് സിറ്റി കറങ്ങുന്നതിന് ഒരാൾക്ക് 9.5 സ്വിസ് ഫ്രാങ്ക് ആണ്. ഞങ്ങളെ ഇവിടെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, ഇവിടെ നരേഷൻ മലയാളത്തിലായിരുന്നു. ടൂറിസത്തിന് അത്രയും പ്രാധാന്യം അവർ കൊടുക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. എല്ലാവരും ടിക്കറ്റ് എടുക്കാൻ ക്യൂ നിൽക്കുകയാണ്. ഓരോരുത്തരായി ട്രെയിനകത്ത് കയറി സെറ്റിലായി. വാദൂസ് സിറ്റി ടൂർ തുടങ്ങുകയാണ്. നമ്മുടെ യാത്രയിൽ ഞങ്ങൾ നിങ്ങളെ കാണിക്കാൻ ആഗ്രഹിക്കുന്നു മനോഹരമായ ഭൂപ്രകൃതികളും ഗതാഗതരഹിതമായ കേന്ദ്രഭാഗവും അതോടൊപ്പം ഭംഗിയേറിയ പട്ടണത്തിന്റെ പഴയ ഭാഗമായ അൽറ്റ് ഫാദൂട്സും. ലിറ്റിൽ ട്രെയിൻ ഓഫ് ഫാദൂട്സിൽ ലിക്റ്റൻസ്റ്റൈനിന്റെ ചരിത്രത്തിനെ കുറിച്ചുള്ള ചില രസകരമായ വസ്തുതകളും നിങ്ങൾക്ക് ആദ്യകാല കുടിയേറ്റക്കാർ മിറ്റൽഡോഫ് എന്ന കുന്നിന്റെ മുകളിൽ കോളനികൾ സ്ഥാപിക്കാൻ നിർബന്ധിതരായി. ഫാദൂട്സിലെ ഏറ്റവും പഴയ വീടുകൾ അവിടെ ഇന്നും കാണാൻ സാധിക്കും. ക്രിസ്തുവിനും 500 വർഷം മുൻപുള്ള ഗോത്രവർഗക്കാരാണ് ഇവിടുത്തെ പൂർവികർ എന്നാണ് അവർ പറയുന്നത്. വൈൻയാർഡ്സ് കണ്ടോളൂ. മുന്തിരി കൃഷി ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു വരുമാന മാർഗമാണ്. ആൽപ്സിന്റെ സൗന്ദര്യം വർണ്ണിക്കാൻ വാക്കുകളില്ല. റോമൻ എംപയറിൻ്റെ ഭാഗമായിരുന്ന ലിക്റ്റൻസ്റ്റൈൻ 1866 ഇൻഡിപെൻഡൻ്റ് ആകുന്നത്. ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് പ്രിൻസ് ആണ്. പക്ഷേ 25 മെമ്പേഴ്സ് അടങ്ങുന്ന ഒരു പാർലമെൻറ്റും അതിൽ നിന്നുള്ള 4 മിനിസ്റ്റേഴ്സും ഒരു പ്രൈം മിനിസ്റ്ററും അടങ്ങുന്ന ഒരു മിനിസ്ട്രിയും പിന്നെ പ്രിൻസും ചേർന്നാണ് ഈ കൺട്രിയുടെ ഭരണം നടത്തുന്നത്. ഇന്ത്യൻ ഫ്ലാഗ് കണ്ട് ആരും തെറ്റിദ്ധരിക്കേണ്ട, ഇതൊരു റെസ്റ്റോറൻ്റ് ആണ്. നമ്മുടെ ഇന്ത്യക്കാരില്ലാത്ത സ്ഥലം ഈ ലോകത്തെങ്ങും കാണാനിടയില്ല. വില്ല ഡിസ്ട്രിക്റ്റിലെ നിവാസികളുടെ കൂട്ടമാണ് ഇവിടെ ഉണ്ടായിരുന്നത്.
പ്രധാനമായും ഭൂബുദ്ധി അല്ലെങ്കിൽ രാഷ്ട്രീയ കാരണങ്ങളാൽ സ്ഥിരതാമസമാക്കിയ ജർമ്മനിയിൽ നിന്നുള്ള സമ്പന്നരായ കുടിയേറ്റക്കാർ. ജർമ്മനാണ് ഇവിടുത്തെ ഔദ്യോഗിക ഭാഷ. ഇത് വാദൂസിലെ ഒരു എലിമെൻ്ററി സ്കൂളാണ്. ഇവിടെ ഉള്ള യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഡിഗ്രി വളരെ പ്രസ്റ്റീജിയസും ഗ്ലോബൽ റെക്കഗ്നീഷൻ ഉള്ളതുമാണ്. വെയിലും വേണം, തണുപ്പും വേണം. പ്രിൻസും കുടുംബവും താമസിക്കുന്നത് വാദൂസിൽ തന്നെ ഈ കാണുന്ന കാസിൽ ആണ്. ൽ ഭരണമേറ്റെടുത്ത പ്രിൻസ് ഫ്രാൻസിസ് ജോസഫ് II ആണ് ലിക്റ്റൻസ്റ്റെയിനെ ഒരു ഇൻഡസ്ട്രിയൽ അഡ്വാൻസ്മെന്റ് നൽകിയത്. ചെറിയ രാജ്യമാണെങ്കിലും ലിക്റ്റൻസ്റ്റെയിന് യുഎസുമായി ശക്തമായ വ്യാപാര ബന്ധമുണ്ട്. കോണ്ടം ഹൗസ് വാദൂസിലെ ഒരു ഇൻഷുറൻസ് കമ്പനിയാണ്. അയ്യായിരം ആളുകൾ താമസിക്കുന്ന വാദൂസിൻ്റെ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് റിഫ്ലക്റ്റ് ചെയ്യുന്ന മ്യൂസിയംസ് ഇവിടെ ഉണ്ട്. കൃഷിക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു കൺട്രിയാണിത്. ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പ് റോമൻ കാലം മുതൽ ലിക്റ്റൻസ്റ്റൈനിൽ മുന്തിരി കൃഷി ചെയ്തിട്ടുണ്ട്. മിനി കൾച്ചർ നിരവധി നൂറ്റാണ്ടുകളായി ജനങ്ങൾക്ക് കൃഷിയോടൊപ്പം ഒരു പ്രധാന വരുമാന മാർഗമായി വർദ്ധിച്ചു. 4 ഹെക്ടർ വരുന്ന രാജകുടുംബത്തിന്റെ ഹെറാബുർഗ് ലിക്റ്റൻസ്റ്റൈനിലെ ഏറ്റവും വലുതും പ്രധാനപ്പെട്ടതുമായ മുന്തിരിത്തോട്ടമാണ്. ഇത് എല്ലായ്പ്പോഴും വൈൻബർഗ് ആണ്. ഇവിടെ പ്രധാനമായും പീനോ നോയറും ഷാർഡിനെയും വളരുന്നു. രണ്ടും മികച്ച നിലവാരമുള്ളതായി കണക്കാക്കപ്പെടുന്നു. ഹോഫ് കെല്ലഹായിൽ ഒരു വൈൻ ടേസ്റ്റിംഗ് സന്ദർശിക്കാൻ ഞങ്ങൾ 32 പേരടങ്ങുന്ന ഞങ്ങളുടെ ഗ്രൂപ്പിന് വീണ് കിട്ടിയതാണ് ഈ സിറ്റി ടൂർ. മനോഹരമായ ആൽപ്സിൻ്റെ സംരക്ഷണയിൽ കഴിയുന്ന ഈ കുഞ്ഞു ടൗണിൻ്റെ സൗന്ദര്യം ഞങ്ങൾ ശരിക്കും ആസ്വദിച്ചു.
Bye-bye. Thank you.